പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചില ചിന്താശകലങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് എങ്ങനെ സഹനദാസർക്ക് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ, അതുപോലെ പ്രകാരം അത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയവരായി തീരണം എന്ന ചില ചിന്താശകലങ്ങൾ. ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, അത് കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് ഏറെക്കുറെ നഷ്ടമായിരിക്കുന്ന ഒരു വാക്കാണ് വിശീത്ത. എൻ്റെ ചെറുപ്പമാണ് ഞാൻ ഓർക്കുന്നത്. സ്കൂളിലായിരിക്കുമ്പോൾ, ഞാൻ പഠിച്ചത് കരിക്കാട്ടൂർ CCM കോളേജ് സ്കൂളിലാണ്. കാർമേൽത്താക്കാർ നടത്തുന്ന ഒരു സ്കൂള്. ഒത്തിരി ദൈവസ്നേഹമുള്ള ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു ഞങ്ങളുടെ അച്ഛൻ, പാസ്കൽ അച്ഛൻ. രാവിലെ ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ ചെല്ലുമ്പോൾ അസംബ്ലിക്ക് മുമ്പായി ഞങ്ങൾ ക്രിസ്ത്യാനികളെ, കത്തോലിക്കരെ എല്ലാം പള്ളിയിലേക്ക് നയിക്കും വിശീത്തയ്ക്കായിട്ട്. അതുപോലെ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി സ്കൂൾ കഴിയുമ്പോൾ ലൈനായിട്ട് ഞങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോകും വിശീത്തയ്ക്ക്. അതുപോലെ അദ്ദേഹം കൂടെ പറയുമായിരുന്നു, ഉച്ചക്കത്തെ ബ്രേക്ക് ടൈമിലും ഇൻ്റർവെല്ലിനൊക്കെ വിശീത്ത നടത്തണം. എന്താണെന്ന് ഒരു വിഷയം പലർക്കും അറിയത്തില്ല. വിശീത്ത എന്ന വാക്ക് വരുന്നത് വിസിറ്റ്, സന്ദർശനം എന്ന വാക്കിൽ നിന്നാണ്. സന്ദർശനം ആണ് വിശീത്ത എന്ന ലത്തീൻ വാക്കിലൂടെ പറയപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ രക്ഷകനായ ആ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ സന്ദർശിക്കുക. എത്രമാത്രം സന്ദർശിക്കുമോ അത്രമാത്രം സ്നേഹം കൂടും. എത്രമാത്രം സ്നേഹമുണ്ടോ അത്രമാത്രം സന്ദർശിക്കും. നമുക്കറിയാം, ഇഷ്ടമുള്ളവരെ കാണാൻ കൂടെ പോകും, ഇല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തോടാണ്, ഈശോയോടാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം തരുന്നതും യേശുവാണ്. അപ്പൊ അവനെ സന്ദർശിക്കുന്ന നിമിഷങ്ങളെയാണ്, സക്രാരിയിൽ ജീവിക്കുന്ന ഈശോയെ സന്ദർശിക്കുന്നതിനെയാണ് വിശീത്ത എന്ന് ഈ അടുത്തൊരു കാലം വരെ പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ യുവാക്കൾക്കോ സ്കൂൾ കുട്ടികൾക്കോ ഈ വാക്ക് അറിയത്തില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ പഠിച്ച എല്ലാ സ്കൂളുകളെല്ലാം ഉച്ചക്കത്തെ സമയത്തും ഇന്റർവെൽ സമയത്തും ഞങ്ങൾ ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ പള്ളിയിൽ കയറി ചെറിയൊരു പ്രാർത്ഥന, ഈശോയെ ഞാൻ ഇതാ വന്നിരിക്കുന്നു. അപ്പൊ ചെറുതായിട്ട് പറയുന്നു, പഠിക്കാൻ ബുദ്ധി തരണേ, പേടിയെല്ലാം മാറ്റണേ. അത് വീട്ടിൽ വല്ല പ്രശ്നമുണ്ടേ ഒറ്റ വാക്കെന്ന് പറയും. സമയമൊന്നും എടുക്കില്ല, അധികം 5 മിനിറ്റും 10 മിനിറ്റും ഒന്നും ഇല്ല, ചിലപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ. വിശീത്ത, ഒരു ചെറു സന്ദർശനം. പ്രിയമുള്ളവരെ, ഇന്ന് അത് പോയിപ്പോയതിൻ്റെ അർത്ഥം ഇന്നും നമ്മുടെ ഇടയിൽ സക്രാരിയിൽ വസിക്കുന്ന ഈശോയുടെ വിശ്വാസത്തിന്റെ കുറവ് അല്ലേ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്ന നല്ലതാണ്. പല പള്ളികളിലും ഞാൻ പോകാനിടയായി. അവിടെയൊക്കെ നോക്കുമ്പോൾ എല്ലാം ഒരു കട്ടനിട്ട് അടച്ചിരിക്കുന്നു, സക്രാരിയെ ഇല്ല. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ വിരിയിട്ട് കടവ് പൂട്ടി എല്ലാ അച്ഛന്മാരിറങ്ങിപ്പോവും, കപ്പിയാരും പോകും. വിശുദ്ധയ്ക്ക് അവസരം ഇല്ല. ഇതിന്റെ അർത്ഥം ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നവനായി നമ്മളെ കാത്തിരിക്കുന്ന ഈശോയെ കാണാൻ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ ആണ്. ഇത് മാറ്റിയേ മതിയോ? ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കറിയാം, ക്രൈസ്തവ ആരാധനകൾ നിഷേധിക്കുന്ന കാലം, ദേവാലയങ്ങൾ തകർക്കുന്ന കാലം, ഇങ്ങേറ്റം സിമിത്തേരി പോലും തകർക്കുന്നു നമ്മൾ പറയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെ അല്പം ചിന്തിക്കണം. നമ്മുടെ വിശ്വാസ കുറവ് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ആദ്യം മുതലുള്ള വിശ്വാസമാണ് യേശു ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നു ജീവനോടെ എന്ന്. അപ്പോൾ നമ്മൾ ആ ജീവനുള്ള ഈശോയുടെ മുമ്പിൽ എത്രമാത്രം സമയം ചെലവഴിക്കാമോ അത്രയും ചെലവഴിക്കേണ്ടതാണ്. പണ്ട് കാലത്ത് നമ്മുടെ പള്ളികളിലൊക്കെ 40 മണി ആരാധന ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി. അതുപോലെ തന്നെ കുർബാനയുടെ പ്രദർശനം, ഇതേപ്പറ്റി ഞാൻ ചെറുപ്പക്കാരോട് പറയാം, അതെന്താ അച്ഛാ? കാരണം അവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. കേരളത്തിൽ ചുരുക്കം പള്ളികളിൽ, ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ വിശുദ്ധ കുർബാനയുടെ പ്രദർശനം. എൻ്റെ കുഞ്ഞുനാള് ആ പ്രദർശനം, കുർബാനയുടെ പ്രദർശനം മനസ്സിൽ കിടക്കുന്ന ഇപ്പോഴും അബോധ മനസ്സിൽ. ബഹുമാനപ്പെട്ട വൈദികൻ അരളിക്കായൽ ഈശോയെ എടുക്കുന്നു. ആ അച്ഛൻ നടന്നു പോകുന്ന വഴിയിൽ വെള്ളത്തുണി വിരിച്ചിരിക്കുന്നത്. ചിലപ്പം പള്ളിയുടെ അൽത്താരയും താഴെ വലിയ വാതിൽ വരെ ആനവാതിൽ എന്ന് പറയും.
ചിലയിടങ്ങളിൽ പള്ളിക്ക് ചുറ്റും, ചിലപ്പോൾ അവിടെ നിന്നും കുരിശും തൊട്ടി അല്ലെങ്കിൽ കുരിശടി അല്ലെങ്കിൽ ഗ്രോട്ടോ എന്നീ സ്ഥലം വരെ ഇത് മനോഹരമായിട്ട് അത് പരിശുദ്ധ പരമദിവികാരണത്തിന് ആരാധനയും സ്തുതിയും എന്ന് പറയുകയും കൊച്ചു പെൺകുട്ടികൾ ആൺകുട്ടികൾ വെള്ള ധരിച്ച് കയ്യില് പൂക്കൊട്ട് ഏന്തി ആ പൂവ് കർത്താവിൻ്റെ മേൽ വാരി വിതറുന്നതൊക്കെ കാണുന്നത്, രാജാതിരാജനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന അത് മനസ്സിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ വരാതെ കിടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള അവസരമില്ലല്ലോ എന്നോർക്കുമ്പോൾ വേദനയും എൻ്റെ മനസ്സിൽ ഉണ്ട്. ഈ തലമുറയ്ക്ക് ഇതൊക്കെ അത് ആരാണോ നഷ്ടപ്പെടുത്തിയത് അവർ തിരിച്ചു നൽകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ജീവിക്കുന്ന ബൈബിളിലെ സത്യങ്ങൾ മൂടി വയ്ക്കുന്ന സിദ്ധാന്തങ്ങൾക്കും മാനുഷിക നിയമങ്ങൾക്കും എതിരായിട്ട് നമ്മൾ നിലവിളിച്ചേ മതിയാവൂ. അതിന് കൂച്ചുവരങ്ങ് വെച്ചിരിക്കുന്ന ആ പ്രസ്ഥാനങ്ങളെ മാറ്റാൻ നമ്മൾ പറഞ്ഞേ മതിയാവൂ. നമ്മുടെ അപ്പനെ ഒരു നോക്ക് കാണാൻ മക്കളായ നമ്മളെ അനുവദിക്കാതിരിക്കുന്നതാണെന്ന് ഞാൻ പറയും. സക്രാരിയിരിക്കുന്ന ഈശോയെ കാണാൻ അനുവദിക്കാതിരിക്കുന്നത് അത്രയും നിർദ്ദയമായ മനുഷ്യത്വമില്ലാത്ത മതനിയമങ്ങളാണെങ്കിൽ അത് മാറ്റിയും മറിയാവുകയുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്, ഞാൻ പഠിച്ചത് സെന്റ് പീറ്റേഴ്സ് സെമിനാരി ബാംഗ്ലൂരിൽ ആണ്. അന്നാണ് പുതിയ അവിടുത്തെ സെമിനാരി പണിത് ചാപ്പൽ പണിയാൻ തുടങ്ങി, കപ്പേള പണിയാൻ തുടങ്ങി. അന്ന് വത്തിക്കാൻ സുനോദോസ് കഴിഞ്ഞ അവസരം അവിടുന്ന് പറഞ്ഞത് അൾത്താരയുടെ ഒരു വശത്താണ് സക്രാരി വെക്കേണ്ടത്. അന്ന് ക്ലാസ് ലീഡേഴ്സിൽ ഒരാളായിരുന്നു ഞാൻ. ക്ലാസ് ലീഡേഴ്സിനെ എല്ലാം ഒന്നിച്ചു കൂട്ടി. അതിനുശേഷം തിയോളജി ദൈവശാസ്ത്രം പഠിക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു, ഒരു വൈദികന്റെ ഒരു മെത്രാന്റെ ഒരു വൈദിക പരിശീലനം നടത്തുന്ന സെമിനാരിക്കാരന്റെ സെന്റർ എന്ന് പറഞ്ഞ ജീവിത കേന്ദ്രം ഇന്നും സക്രാരിയിൽ വസിക്കുന്ന ഈശോ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് രക്തച്ചോണ്ട് പറയാം, ആ സക്രാരി പള്ളിയുടെ മധ്യത്തിൽ വേണമെന്ന്. ഞങ്ങൾ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, റോമീനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പിട്ട് ഒരു മെമ്മോറാണ്ടം രക്തച്ചം വഴി അയച്ചു റോമിലേക്ക്. ഞങ്ങൾ സെമിനാരിക്കാരാണ്, ഞങ്ങൾക്ക് പള്ളിയുടെ നടുക്ക്, ഞങ്ങളുടെ കപ്പയുടെ നടുക്ക് വേണം സക്രാരി. യേശുവിനെ കണ്ടു പ്രാർത്ഥിക്കുവാനും യേശുവിനെ പോലായി തീരുവാനും ഒരു വൈദികൻ വേറൊരു ക്രിസ്തുവാണല്ലോ. ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ട് എഴുതി. പ്രിയമുള്ളവരെ, ഉടൻ തന്നെ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ആ സന്മനസ്സിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. എന്നിട്ട് രക്തച്ചൻ ഓർഡർ കൊടുത്തു, കപ്പയുടെ നടുക്ക് തന്നെ സക്രാരി വെക്കണമെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ഒന്ന്. വേറൊന്ന്, ഇന്ന് ഈ മരുബഹായിലും സംഗീതത്തിലൊക്കെ നടക്കുന്ന ബഹളങ്ങൾ കണ്ടാൽ ഈ സക്രാരിയുടെ മുമ്പിലും അൾത്താരയുടെ മുമ്പിലും ഒക്കെ നടക്കുന്ന ചില ശുശ്രൂഷകൾ, അതിന് പറയുന്നത് രോഗശാന്തിന്ന്, കയറി എന്നുകൊണ്ട് ഇങ്ങോട്ട് പാടി അങ്ങോട്ട് പാടി കുനിഞ്ഞു നിൽക്ക് ചാടി നിൽക്ക്, ഈ സക്കസ് ഒക്കെ കളിപ്പിക്കുക. ആ അനാദരവല്ലേ ഇന്ന് നമുക്ക് ആ സെൻസ് ഓഫ് സേക്രഡ്നെസ്, ആ വിശുദ്ധിയുടെ ആ സെൻസ് നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം അൾത്താര അല്ലെങ്കിൽ അൾത്താരയ്ക്ക് ചുറ്റുമുള്ള സങ്കീർത്തി മധുബഹ എന്നൊക്കെ പറയുന്നത് സംപൂജ്യമായി കരുതുന്നു. നമ്മൾ മാത്രമല്ല, ഇതര ജാതിക്കാരും അവിടെ ശ്രീകോവിലിൽ എത്ര ഭക്തിയോടെയാണെന്നറിയാമോ? മോസ്കിലാണെങ്കിലും അതായത് മുസ്ലിം ദേവാലയത്തിലും എന്ത് ഭയഭക്തിയോടെയാണ്. നമ്മൾ ഇതൊന്നുമില്ലാതെ അശുദ്ധിയും വിശുദ്ധിയും നിർമ്മലവും അല്ലാത്ത ഒന്നും വേർതിരിക്കുന്നില്ല. വേർതിരിക്കണമെന്ന് ലേവ്യർ പുസ്തകം 10:10 പറയുന്നുണ്ട്. ശുദ്ധവും അശുദ്ധിയും നിർമ്മലവും നിർമ്മലമല്ലാത്തവും വേർതിരിക്കണമെന്ന്. എസെക്കിയേൽ പ്രവാചകൻ 23:26 പറയുന്നു, എൻ്റെ പുരോഹിതന്മാർ എൻ്റെ നിയമം ലംഘിക്കുന്നു, അവർ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു, വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല, നിർമ്മലവും മാലിന്യവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഞാനൊരു ധ്യാനഗുരു ആയതുകൊണ്ടും ഒരു പുരോഹിതനായതുകൊണ്ടുമാണ് ചിലപ്പോൾ ചില വീഡിയോകൾ കാണുമ്പോൾ വിഷമം തോന്നും. സക്രാരി ഈശോ ഉണ്ട്, അവിടെ നിന്നുകൊണ്ട് ഒരു വശം കൈലി ഉടുത്തോണ്ട് ലുങ്കി ഉടുത്തോണ്ട് അല്ലെങ്കിൽ ചുമ്മാ ഒരു തുണി ഉടുത്തു അൽമേനികളെ ആളുകൾ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞെല്ലാം കസരത്ത് അവിടെ നടത്തുന്നത്, നടത്തിക്കുന്നു, ഓടിക്കുന്നു. ഇതൊക്കെ കാണുമ്പം മനസ്സിൽ വേദനയുണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ആരുമില്ലയോ?
മാത്രമല്ല ചിലയിടത്തൊക്കെ അത് കാണിക്കുന്ന കോമാളിത്തം കലാപരിപാടികൾ പള്ളിക്കകത്ത് കുർബാന അങ്ങോട്ട് കഴിയുമ്പോഴേ ഡാൻസായി അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ചില പരിപാടികളൊക്കെ ഉടനെ തന്നെ ചില പള്ളികളിൽ ഒരു കട്ടൻ ഇട്ടേച്ചാൽ കട്ടൻ ഇട്ടാലും പള്ളിയാണോ അതിനുള്ള സ്ഥലം? ദൈവകൃപയാൽ ഇന്ന് എത്രയോ സ്കൂൾ ഹാളുകളും മറ്റു ഹാളുകളും നമുക്കുണ്ട്. അവിടെയല്ലേ ഇങ്ങനത്തെ കലാപരിപാടികൾ നടത്തേണ്ടത്? വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്താണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഒത്തിരി സെക്യുലറിസം കടന്നു വന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ദൈവികതയെ പറ്റി അല്ലെങ്കിൽ ആധ്യാത്മികതയെ പറ്റി വിശുദ്ധിയെ പറ്റിയുള്ള ചിന്തകളെല്ലാം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു സ്റ്റൈലായി മാറിക്കുകയാണെന്ന് ഒരു പള്ളി പണിതാൽ അതിൻ്റെ അടിയിലോ മുകളിലോ കലാപരിപാടികളും കല്യാണം നടത്താൻ ഒരു ഹോള് പണിയുക. അതും നല്ലതോ? വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇച്ചിരി പണം ലാഭിക്കാൻ. നമ്മൾ പണമുണ്ടാക്കാനായിട്ടാണോ ആരാധനാലയങ്ങൾ പണിയുന്നത്? നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ഹോള് വരെ പണിയത്തില്ലേ? അതിനുള്ള സ്ഥലം കിടപ്പില്ലേ? ഉണ്ടായിട്ടും പള്ളിയുടെ മുകളിൽ വേണമോ ഈ വിവാഹവും അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക് പരിപാടികൾ നടത്താനുള്ള ഒരു പബ്ലിക് ഹോള്? അല്ലെങ്കിൽ പള്ളിയെ ഒരു മൾട്ടി പർപ്പസ് ഹോളാക്കി മാറ്റണമോ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരു പക്ഷെ പഴഞ്ചൻ ചിന്തയാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ പഴഞ്ചൻ ചിന്തയെക്കൂടെ വളർന്നു വന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അച്ഛനായിരിക്കുന്നതും ഈ വേദനയും രോഗമുണ്ടെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുന്നതും. ഞാൻ പഴഞ്ചൻ തന്നെയാ പറയുന്നത്. ഇത് ഒരിക്കലും പഴഞ്ചനാവില്ല. വിശുദ്ധമായിരിക്കുന്നത് എപ്പോഴും വിശുദ്ധമായിട്ട് തന്നെ കാണണം. അതുപോലെ ഈശോ കണ്ടല്ലോ, നമുക്കറിയാം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദേവാലയത്തിൽ വന്നപ്പോൾ ദേവാലയം കച്ചവട സ്ഥലമാക്കിയിരിക്കുന്നതായിട്ടാണ് കണ്ടത് അല്ലേ? ഇനി അപ്പോൾ അവിടെ ശുദ്ധീകരണം നടത്തി പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. യോഹന്നാൻ 2:17. എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം. മത്തായി 21:13. പ്രിയമുള്ളവരെ, സമ്പത്ത് വർദ്ധിപ്പിച്ചേക്കാം, പണം ഉണ്ടാക്കിയേക്കാം, എല്ലാം ഉണ്ടാക്കിയാലും കൃപ നഷ്ടപ്പെടുത്തരുതേ. കൃപ നിറഞ്ഞ ദേവാലയങ്ങളായിരിക്കട്ടെ നമ്മുടെ ദേവാലയങ്ങൾ. അത് ദൈവം വസിക്കുന്ന, ജീവിക്കുന്ന ഈശോ വസിക്കുന്ന സ്ഥലമാണ്. അതിനെ യാതൊരു തരത്തിലും വിലയിടിച്ച് കാണുവാൻ ഇടയാകാതെ ഇരിക്കട്ടെ എന്ന ഒരു ചെറിയ ഉപദേശമാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, അപ്പനെ, ആ സക്രാരിയിരിക്കുന്ന അപ്പച്ചന് കാണാനായിട്ട് അവസരം കൊടുക്കണമേ. അവന്റെ അടുക്കൽ ആരാധനകൾ നടത്തുവാനുള്ള സമയങ്ങൾ നൽകണമേ. ഇനിയും ഈ പോയ പാരമ്പര്യങ്ങൾ ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവരണമേ. രാജാതിരാജനായ ഈശോയെ ഒരു സ്വരൂപം കൊണ്ട് എഴുന്നള്ളിക്കുന്ന അല്ല വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം. എന്നും ജീവിക്കുന്നതിനായ ഈശോ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ശാരീരികമായി സന്നിധാനം ചെയ്യുന്ന ഈശോയാണ് ഒരു വൈദികൻ കയ്യിലേന്തി ഈ കുർബാനയുടെ പ്രദർശനം നടത്തുന്നത്. നോർക്കണം, അത് പുണ്യാളച്ചന്റെ സ്വരൂപം പോലല്ല, ഈശോയുടെ സ്വരൂപം കൊണ്ടുള്ള അല്ല, അത് പ്രതിമയല്ല. ഇന്ന് പലരും സക്രാരിയിരിക്കുന്ന ഈശോ ഒരു പ്രതിമയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞ ഒരു ചെറിയ വീഡിയോ പറഞ്ഞത് ഈശോയെ പ്ലാസ്റ്റിക് ആക്കരുതെന്ന്, ഈശോയുടെ പിമ്പിക്കൊണ്ട് 5000 വോൾട്ട് ലൈറ്റ് ഇടരുത് എന്ന്. ഇത് ഒരു പ്രതിമയല്ല, ഇന്നും ജീവിക്കുന്ന ഈശോ, ഇന്നും ജീവനോടെ നമ്മുടെ കൂടെ നടക്കുന്ന ഈശോ നമ്മുടെ കൂടെ ആയിരിക്കാനും നമ്മുടെ കൂടെ നടക്കുവാനുമാണ്, ലോകാവസാനം വരെ ആയിരിക്കുവാനുമാണ് അവിടുന്ന് കുർബാന സ്ഥാപിച്ചത് എന്ന് നമുക്കറിയാം. എങ്കിൽ മൂടി വെക്കരുതേ, കടകടക്കരുതേ, ആളുകൾക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമേ. പ്രിയ വൈദികരെ, പ്രിയ വൈദിക ശ്രേഷ്ഠന്മാരെ, പ്രിയ മക്കളെ, ആ ഈശോയ്ക്ക് വേണ്ടി ദാഹമുള്ള ഹൃദയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാം. കർത്താവ് ഈശോ ആരെയും വിമർശിക്കുവാൻ ഞാൻ പറഞ്ഞതല്ല ഈ ക്ലാസ്. ഇന്നത്തെ പല പരിസ്ഥിതികളും ക്രിസ്ത്യാനികൾക്കെതിരായി നീങ്ങുന്നതിന് കാരണങ്ങൾ പലതുണ്ട്. അതിലൊന്ന് ഈശോ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈശോനഥ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അമ്മയുടെ കാൽപാദങ്ങളിൽ വെച്ച് വിശ്വാസത്തിൻ്റെ ABC പഠിച്ചപ്പോൾ മുതൽ വിശുദ്ധ കുർബാനയുടെ ഭക്തി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മച്ചി പറഞ്ഞത്, വൈദികർ, അച്ഛന്മാർ വലിയ അത്ഭുത പ്രവർത്തകരാണ്.
ഒരപ്പക്കഷ്ണം കൈയെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു പറയുമ്പോൾ അത് ഈശോയുടെ ശരീരമാകുന്നു മോനെ. അതിൽ കൂടി ഒരു അത്ഭുതം ലോകത്തിൽ ഇല്ല എന്ന് അന്നു മുതൽ തുടങ്ങിയതാണ് ജീവിക്കുന്ന ഈശോയുടെ എൻ്റെ സ്നേഹവും വിശ്വാസവും. കന്മഴ കർത്താവെ ഈ മക്കൾക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോനാഥ, ഒരു പക്ഷെങ്കിൽ നിയമത്തിൻ്റെ പേരിലും അത് അല്ലെങ്കിൽ ചില റീച്വൽ ഒക്കെ ചില റീത്തുകളുടെയൊക്കെ പേരിലായിരിക്കാം. എന്തുമാട്ടെ എൻ്റെ ഈശോയെ, അങ്ങേ ആ തക്രാരിയിൽ വെറുതെ പൂട്ടി വെച്ചുകൊണ്ടിരുന്ന ആ പൂട്ടിയിട്ടിരിക്കുന്ന അങ്ങേ കാണാൻ പോലും അനുവദിക്കാതിരിക്കുന്ന അവസ്ഥകൾ മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത് കിട്ടുന്ന അവസരം കിട്ടുമ്പോഴെല്ലാം പള്ളിയിൽ കയറി ഈശോയെ സന്ദർശിക്കുവാൻ, അങ്ങനെ അനുഗ്രഹം നേടുവാൻ ഈ മക്കളെ പ്രേരിപ്പിക്കണമേ. അതിനാരും തടസ്സം ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കാണുന്നതാണ്. എത്ര നഷ്ടപ്പെട്ടു വിശ്വാസം എന്ന് പറഞ്ഞാലും പള്ളിയുടെ പടിക്കൽ അവർ കാർ നിർത്തി ഇറങ്ങി ഈശോയെ പോയി കണ്ടേച്ച് വീണ്ടും കാറേ കയറി പോകും. ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ട്, പള്ളിയുടെ പടിക്കൽ കൂടി പോകും പലരും അത് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത്, പിതാന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ചൊല്ലുന്നത്. കാരണം അവർക്ക് ബോധ്യമുണ്ട് ആ പള്ളിയിൽ ഒരു സക്രാരിയുണ്ട്, സക്രാരിയിൽ ഈശോ എഴുന്നള്ളിയിരിപ്പുണ്ട് എന്ന്. ഈ ആ ബോധ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവേ. അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനിത് സംസാരിച്ചത്. ഒരു പക്ഷേ ചിലർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം ഞാനേതോ സംരംഭങ്ങൾക്കോ റീത്തുകൾക്കോ സമുദായത്തിനോ ഒക്കെ എതിരായിട്ടാണ് പറയുന്നത്. ഒന്നുമല്ല, ഞാനിത് പറയുന്നത് എൻ്റെ ഈശോ കൂടെയുള്ള അനുഭവം അത് ദൈവമക്കൾക്കുണ്ടാകട്ടെ എന്ന ബോധ്യത്തോടു കൂടിയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കർത്താവേ, ഈ ചെറിയ വീഡിയോ കേട്ട ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ ബന്ധുമിത്രാദികളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവിനെ അഴിക്കുവാനും ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന കൃപാവരത്തോടെ മക്കളെ ഞാൻ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. അതെ, എൻ്റെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുന്ന നല്ലതാണ്. ഞാനിങ്ങനെ കൂടെ നല്ല കാര്യങ്ങൾ മേമ്പൊടി പോലെ പറയുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലം വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ പോയ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടേ മതിയാവും. അതിനുള്ള ചെറിയ ഉപദേശങ്ങളൊക്കെ ഞാൻ തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്താൽ മതി, ആ ബെല്ല് കാണിക്കുന്നിടത്ത്, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.